ശ്രീമന്നാരായണീയം ദശകം 14 കപിലാവതാരം ശ്ലോകം 6. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു സ്വയംഭൂ മനു തൻ്റെ ഭാര്യയോടും പുത്രിയോടും കൂടി തൻ്റെ വരവ് കാത്തിരിക്കുന്ന കർദമന്റെ അടുത്തേക്ക് വന്നു ചേരുന്നത്. അസൗ കർദമ ച, ഈ കർദമനാകട്ടെ മനുന ഉപഹൃതാം, മനുവിനാൽ സ്വയംഭൂ മനുവിനാൽ ഉപഹൃതാം കൊണ്ടുവന്നു കൊടുത്ത തരുണീരത്നം സ്ത്രീരത്നമായ ദേവഹൂതിയും അവാപ്യ, ദേവഹൂതിയെ കിട്ടിയിട്ട് കർദമൻ ദേവഹൂതിയെ വിവാഹം കഴിച്ചു. ഭവദർച്ചന നിർവൃത അഭി, നിന്തിരുവടിയുടെ ഭജനം കൊണ്ട് അർച്ചന കൊണ്ട് നിർവൃത അഭി സംതൃപ്തി അടഞ്ഞവനാണ് എങ്കിലും ഇവിടെ ഭഗവാനെ ഭജിക്കുന്നതിൽ മാത്രമായിരുന്നു കർദമന്റെ ശ്രദ്ധ. അങ്ങനെയുള്ള ആ കർദമൻ, സദാസമയവും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആ കർദമൻ അതിൽ മാത്രം സംതൃപ്തി കണ്ടെത്തിയിരുന്ന ആളാണ്. ദൃഢശുശ്രൂഷണയ ആ ദേവഹൂതിയുടെ ശുശ്രൂഷ കൊണ്ട് യാതൊരു കള്ളത്തരവുമില്ലാത്ത വളരെ ആത്മാർത്ഥതയോടുകൂടിയ ആ ദേവഹൂതിയുടെ ശുശ്രൂഷ കൊണ്ട് അദ്ദേഹത്തിന് ഭഗവത് ഭജനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്ത് സന്തോഷത്തോടുകൂടി ദേവഹൂതി അവിടെ കഴിഞ്ഞുകൂടി. അങ്ങനെയുള്ള തസ്യാം അവളിൽ പ്രസാദം ദധൗ പ്രസന്നനായി ഭവിച്ചു. കർദമന് വളരെയധികം സന്തോഷമുണ്ടായി, അവളിൽ പ്രസന്നനായി തീർന്നു. ഇവിടെ ഒരു സ്ത്രീ ശുശ്രൂഷ കൊണ്ടാണ് ഭർതൃപ്രീതി, ഭർത്താവിൻ്റെ ആ ഇഷ്ടം സമ്പാദിക്കേണ്ടത് എന്ന് ഈ ശ്ലോകത്തിൽ നിന്നും പറയുകയാണ്, ഈ ശ്ലോകത്തിൽ പറയുകയാണ്. ഇവിടെ ഭഗവത് പൂജയിൽ മാത്രം മുഴുകി ഇരുന്നിരുന്ന ആ കർദമനെ ദേവഹൂതി ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് പ്രസന്നനാക്കി തീർത്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.